വേദപുസ്തകത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചില ഉപദേശ വിഷയങ്ങൾ, അതിൻ്റെ യാഥാർത്ഥ്യമുള്ള അല്ലെങ്കിൽ യഥാർത്ഥ ഉപദേശം പഠിപ്പിക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായി. ഓരോ ഭാഗങ്ങളായിട്ട് ഭാഗമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു ഭാഗമെങ്കിലും നമുക്ക് ഇന്ന് പഠിക്കണം എന്നുള്ളൊരാഗ്രഹമാണ്. അതുകൊണ്ട് ആളുകളുടെ മനസ്സിൽ സംശയമുള്ള പല കാര്യങ്ങളും കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ്, ഒരു വിഷയമാണ്, ഒരു ഉപദേശ വിഷയമാണ് കർത്തൃമേശ എന്ന് പറയുന്നത്. ഈ കർത്തൃമേശയെക്കുറിച്ച് ഇവിടെ സംസാരിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നത് കർത്തൃമേശയെക്കുറിച്ചുള്ള ഉപദേശമാണ്. എന്നാൽ ഇതാരെങ്കിലുമായിട്ട് വഴക്കുണ്ടാക്കാനോ കണ്ണന പ്രസംഗമൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് വേദപുസ്തകം കർത്തൃമേശയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്നത് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിനെക്കുറിച്ച് ഒത്തിരി കള്ളനാണയങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം. പക്ഷെ കള്ളനാണയങ്ങളുടെ പ്രത്യേകതകൾ പഠിച്ചതുകൊണ്ട് അർത്ഥമില്ല. അതിനേക്കാളും നല്ലത് നല്ല നാണയം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഉള്ള കള്ളനോട്ടെല്ലാം കൂടെ എടുത്തിട്ട് ഈ കള്ളനോട്ട് ഇങ്ങനെയാണ് കാണുന്നത്, ഈ കള്ളനോട്ടിൽ ഇങ്ങനെയാണ് കാണുന്നത്, ഈ കള്ളനോട്ടിൻ്റെ അവിടെ വെളുത്തിരിക്കുന്നു, ഈ കള്ളനോട്ടിൻ്റെ ഇവിടെ ഒരു പാട് കൂടുതലുണ്ട്, ഇതൊക്കെ നമ്മൾ പറയേണ്ട കാര്യമില്ല. മോനെ, നല്ല നോട്ട് എന്താണോ അതങ്ങ് കണ്ടിട്ട് അതങ്ങ് പഠിക്കും. അത് പഠിക്കുമ്പോൾ അതൊഴികെ ഉള്ളതെല്ലാം കള്ളനോട്ടാണെന്നുള്ളത് നമുക്ക് അറിയാം. അതുകൊണ്ട് കള്ളനോട്ടിൻ്റെ പ്രത്യേകതകൾ പഠിക്കാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. നല്ല നോട്ട് എന്താണ്, നല്ല ഉപദേശം, തിരുവചനപ്രകാരമുള്ള ഉപദേശം എന്താണെന്ന് പഠിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്നത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ കർത്തൃമേശയെക്കുറിച്ചുള്ള ഈ പഠനം നിങ്ങൾ ശ്രദ്ധിക്കണം. കഴിവുണ്ടെങ്കിൽ എഴുതിയെടുക്കണം. ശ്രദ്ധയോടുകൂടെ ഈ ഉപദേശ വിഷയം നമ്മൾ പഠിക്കണം. കർത്തൃമേശ, ലോർഡ് സപ്പർ, ഈ കർത്തൃമേശയെക്കുറിച്ച് പല വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വേദപുസ്തകത്തിലുണ്ട്. അതുകൂടാതെ നമ്മൾ ഉപയോഗിക്കുന്നതായ ചില വാക്കുകളുണ്ട്. 3 പേരുകൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് കർത്തൃമേശ എന്ന് തന്നെയാണ്, ലോർഡ്സ് ടേബിൾ, കർത്തൃമേശ. വേറൊന്ന് നമ്മൾ കേൾക്കുന്നത് തിരുവത്താഴം എന്നാണ്, തിരുവത്താഴം. മൂന്നാമത് നമ്മളൊന്ന് കാണുന്നത് വിശുദ്ധ സംസർഗം, ഹോളി കമ്മ്യൂണിയൻ. അപ്പൊ ലോർഡ്സ് ടേബിൾ, ലോർഡ് സപ്പർ, ഹോളി കമ്മ്യൂണിയൻ എന്നിങ്ങനെ പല പേരുകളിൽ നമ്മൾ കർത്തൃമേശയെ അല്ലെങ്കിൽ കർത്താവിൻ്റെ അത്താഴത്തെ, കർത്താവിൻ്റെ അത്താഴം, തിരുവത്താഴം, കർത്താവിൻ്റെ അത്താഴത്തെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ അത്താഴം എന്ന വാക്ക് വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, കർത്താവിൻ്റെ അത്താഴം, ദ ലോർഡ് സപ്പർ. എന്നാൽ ഇത് കൂടാതെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, പ്രത്യേകിച്ച് സുറിയാനി സഭകളിലും മറ്റും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, യൂക്കാരിസ്റ്റ് എന്ന് പറയും. സുറിയാനി സഭകളിലും റോമൻ സഭകളിലും ഉപയോഗിക്കുന്നതായ ഒരു വാക്കാണ് യൂക്കാരിസ്റ്റ്. യൂക്കാരിസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗിവിങ് താങ്ക്സ് എന്നർത്ഥമേ ഉള്ളത്. ഒരുപക്ഷെ കർത്താവ് അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി എന്ന് പറയുമ്പോൾ അവിടെ ഹി ഗേവ് താങ്ക്സ് എന്ന് പറയുന്നത് കൊണ്ടായിരിക്കാം, അതിൽ നിന്നാകാം യൂക്കാരിസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് കർത്തൃമേശയ്ക്ക് ഉണ്ടാകാനുള്ള കാരണം. ഞാൻ ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ ഇടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും ടെക്നിക്കൽ കാര്യങ്ങൾ പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. വേദപുസ്തകം ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെ നമുക്കൊക്കെ മനസ്സിലാകുന്ന സാധാരണ ഭാഷയിൽ, സാധാരണ നിലയിൽ അത് ഗ്രഹിക്കാൻ വേണ്ടിയാണ്, അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഇതൊരു കൂദാശയാണ് എന്ന് നമ്മൾ ഒരു പക്ഷേ സുറിയാനി സഭകളിൽ പറയുന്നൊരു വാക്കാണ് കൂദാശ. സാക്രമെന്റ് എന്ന് മറ്റ് സഭകളിൽ ചിലപ്പോൾ പറയാറുണ്ട്. സാക്രമെന്റ്, സാക്രമെന്റ് എന്ന് പറയുമ്പോൾ പല അർത്ഥമുണ്ട്. ഈ യൂക്കാരിസ്റ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ, ഒന്ന് അതിന് ഉടമ്പടി അല്ലെങ്കിൽ ഓത്ത്, നമ്മൾ ഓത്ത് എടുക്കുക എന്നൊക്കെ പറയില്ല, ഓത്ത്, നമ്മൾ ഉടമ്പടിയുടെ ഒരു പുതുക്കൽ നമ്മൾ പറയുകയാണ്. നമ്മളിപ്പോൾ ഒരു സിറ്റിസൺഷിപ്പ് ഒരാൾ എടുക്കണമെങ്കിൽ ഓത്ത് എടുക്കുക എന്ന് പറയും. ഓത്ത് നമ്മൾ അത് വിളിച്ചു പറയുകയാണ്, മറ്റുള്ളവർ പറയുകയാണ്. അപ്പൊ സാക്രമെന്റ് എന്ന് പറയുമ്പോൾ സീക്രട്ട്, വിശുദ്ധ ഉടമ്പടിയുടെ ഒരു ഓർമ്മയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരുവത്താഴം. വിശുദ്ധ ഉടമ്പടിയുടെ, നമ്മളും കർത്താവ് നമ്മളുമായി ചെയ്ത ഉടമ്പടിയുടെ ഒരു ഓർമ്മ എന്ന നിലയിലാണ് ഇതിനെ കൂദാശ എന്ന നിലയിൽ പറയുന്നത്. പഴയ കാലത്തെ ക്രിസ്തീയ എഴുത്തുകാര് ഇത് ഉടമ്പടി പുതുക്കൽ മാത്രമല്ല, ഇതിനെ ചിലപ്പോൾ ഒരു മിസ്റ്ററി എന്ന നിലയിൽ, സൈൻ എന്ന നിലയിൽ കണ്ടിരുന്നു. സാക്രമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നത്
അത് നമുക്ക് പുറമേ മനസ്സിലാക്കാൻ കഴിയുന്നതല്ല, പക്ഷെ അതിനൊരു ആന്തരിക അർത്ഥമുണ്ട്. ആ ആന്തരിക അർത്ഥത്തിന്റെ പുറമേ ഉള്ള ഒരു പ്രദർശനമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. സാക്രമെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ഔട്ട്വേർഡ് ആൻഡ് വിസിബിൾ സൈൻ ഓഫ് ആൻ ഇൻവേർഡ് ആൻഡ് സ്പിരിച്വൽ ഗ്രേസ്. ആന്തരികവും ആത്മികവുമായ ഒരു കൃപയുടെ പ്രത്യക്ഷവും ദൃശ്യവും ആയ പുറത്തുള്ള ഒരു എക്സ്പ്രഷനാണ്, ഒരു വിസിബിൾ സൈനാണ്. അപ്പോൾ കൂദാശകളെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് ഒത്തിരി കൂദാശകൾ നമ്മുടെ സഭകളിലൊക്കെ ഉണ്ട്, കൂദാശകളുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ എല്ലാ വിശ്വാസികൾക്കും അത്യന്താപേക്ഷിതമായ 2 കൂദാശകളാണുള്ളത്. മറ്റു കൂദാശകളൊക്കെ ഇല്ലെന്നല്ല, പക്ഷേ എല്ലാ വിശ്വാസികൾക്കും ഒന്നുപോലെ ആവശ്യമുള്ള 2 കൂദാശകളുണ്ട്. 1 സ്നാനം, 2 തിരുവത്താഴം. ഇത് രണ്ടും എല്ലാ വിശ്വാസികൾക്കും ഉള്ള കൂദാശയാണ്. ഇത് ഒരു വിശ്വാസിക്കും ഒഴിഞ്ഞിരിക്കാൻ കഴിയുന്നതല്ല, സ്നാനവും തിരുവത്താഴവും. ഇത് രണ്ടും, ഈ സ്നാനവും തിരുവത്താഴവും ഒരുപോലെ യേശുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കൂദാശകളാണെന്നാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കൂദാശ എന്ന് പറയുമ്പോൾ ഒരു സൈനാണ്, ഒരു അടയാളമാണ്. എന്തടയാളം? യേശു ക്രിസ്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അടയാളമാണ് സ്നാനവും അതേപോലെ തന്നെ തിരുവത്താഴവും എന്ന് നമുക്ക് മനസ്സിലാക്കാം. റോമാലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ സ്നാനത്തിൽ മുഴച്ചു നിൽക്കുന്ന ആ ആന്തരികമായ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? യേശുവിൻ്റെ മരണം എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ മരണമാണ് മുഴച്ചു നിൽക്കുന്നതായ കാര്യം എന്ന് നിങ്ങൾ മറന്നു പോകരുത്. 1 കൊരിന്ത്യർ അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അവിടെ അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പോൾ സ്നാനവും തിരുവത്താഴവും എന്തിനെ പ്രഖ്യാപിക്കുന്നു? യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രഖ്യാപിക്കും. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യമാണ്. എന്നാൽ ഇതിനകത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിൽ സ്നാനം ഒരിക്കൽ മാത്രമേ ഉള്ളൂ, എന്നാൽ തിരുവത്താഴം ഒരിക്കൽ മാത്രമല്ല. ഇതേ ഉള്ളൂ. ഈ 2 കൂദാശകൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്: സ്നാനം ഒരിക്കലായിട്ട് മാത്രമേ ഉള്ളൂ. തിരുവത്താഴം അത് തുടരുന്നതാണ്, ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ പങ്കെടുക്കുന്നതാണ് തിരുവത്താഴം. ഇവിടെ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരിക്കലേ ഉള്ളൂ. പലപ്പോൾ പോയി പലരുടെ പേരിലും പല കാര്യത്തിലും ഒന്നും സ്നാനപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പണ്ട് ഒരു പെൺകുട്ടി സാമുദായിക പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നു. അവള് സ്നാനമേറ്റ് തിരികെ വന്നപ്പോൾ അപ്പൻ കെട്ടിയിട്ട് അടിക്കാൻ തുടങ്ങി. ചോദിക്കുന്ന ചോദ്യം ഇത് ചോദിച്ചോണ്ടാ, ഇനി മേലാ നീ സ്നാനപ്പെടുമോടി? അവള് പറഞ്ഞു, ഇല്ല പപ്പ, ഇനി മേലാ ഞാൻ സ്നാനപ്പെടത്തില്ല. ഇനി മേലാ സ്നാനപ്പെടത്തില്ല. കാര്യം അതിന്റെ ആവശ്യം ഇല്ല. ഒരിക്കൽ സ്നാനമേറ്റാൽ പിന്നീട് സ്നാനമേൽക്കേണ്ട കാര്യം ഇല്ല. അത് നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ ഇവിടുന്ന് സംഘമായിട്ട് യെരുശലേമിൽ ചെന്ന് യോർദാൻ നദി കാണുമ്പോൾ എന്നാൽ ഇവിടെ കൂടെ ഒന്ന് മുങ്ങിയേക്കാം എന്നാരും ചിന്തിക്കണ്ട. ചിലർ അങ്ങനെ ഉണ്ട്, അവിടെ ചെല്ലുമ്പം ഒന്നുകൂടെ മുങ്ങും. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ ഇന്നാളെ മുങ്ങിയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്, എന്നാൽ പിന്നെ പോയി യേശുവിൻ്റെ നാമത്തിൽ ഒന്നുകൂടെ മുങ്ങിയേക്കാം. അത് തെറ്റ്. ഇന്നാളിൽ എന്നെ സ്നാനപ്പെടുത്തിയ ആള് ആത്മസ്നാനം പ്രാപിച്ചില്ലോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്നാൽ പിന്നെ ഒന്നുകൂടെ മുങ്ങിയേക്കാം. അതിൻ്റെ ആവശ്യമില്ല. പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ സ്നാനമേറ്റാൽ അയാൾ പിന്നീട് സഭ മാറുന്നോ സംഘം മാറുന്നോ അന്നേരം എല്ലാം പോയി എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സ്നാനപ്പെടേണ്ട കാര്യമില്ല. സ്നാനം ഒരിക്കൽ മാത്രം. എന്നാൽ തിരുവത്താഴം അങ്ങനെയല്ല. ഇത് രണ്ടും നമ്മുടെ അറിവോടെ വേണം കേട്ടോ. സ്നാനപ്പെടുന്നത് നമ്മുടെ അറിവോടെ വേണം. നമ്മൾക്ക് അറിവില്ലാത്ത കാലത്ത് ആരെങ്കിലും കൊണ്ടുപോയി തളിച്ചെന്നോ മുക്കിയെന്നോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാര്യം ക്രിസ്തുവിനോട് നമ്മൾ ചേരുകയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെക്കുറിച്ച് നമുക്ക് സമയമില്ല. ഞാൻ സ്നാനത്തെക്കുറിച്ച് തന്നെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയങ്ങളിൽ അത് കുറച്ചുകൂടെ വിശദമാക്കാം. എന്നാൽ ഇവിടെ നമ്മൾ ഇന്ന് തിരുവത്താഴത്തെക്കുറിച്ച് മാത്രമാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. തിരുവത്താഴം
ഒരിക്കലല്ല, കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. 1 കൊരിന്ത്യർ 11-26 നമ്മൾ കണ്ടത്, അവൻ വരുവോളം, കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് രണ്ടാമത് വരുന്നത് വരെ ഭൂമിയിൽ എന്തുണ്ടായിരിക്കും? തിരുവത്താഴം ഉണ്ടായിരിക്കും. അത് ഞാൻ 10,000 പ്രാവശ്യം തിരുവത്താഴത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും കർത്താവ് വരുന്നത് വരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരുവത്താഴത്തിൽ പങ്കെടുക്കാൻ കഴിയും. അത് എപ്പോഴൊക്കെ വേണമെന്നുള്ള ഫ്രീക്വൻസി നമുക്ക് തീർത്തു പറയാനായിട്ട് കഴിയുകയില്ല. നമ്മൾ കൂടി വരുമ്പോഴെല്ലാം തിരുവത്താഴം വേണമെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടില്ല. കൂടി വരുമ്പോഴൊക്കെയും എന്ന് വേദപുസ്തകത്തിലൊരു വാക്കില്ല. നമ്മൾ ചിലപ്പോൾ അങ്ങ് പറയും, അവർ കൂടി വരുമ്പോഴൊക്കെയും, അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ കൂടി വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടി വരുമ്പോഴൊക്കെയും അല്ല, കൂടി വരുമ്പോൾ. 1 കൊരിന്ത്യർ 11-20 നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് എല്ലാ കൂടിവരവുകളിലും തിരുവത്താഴം വേണം എന്ന് നിർബന്ധമില്ല. ഇനി എല്ലാ കൂടിവരവുകളിലും തിരുവത്താഴം ഉണ്ടെന്ന് പറഞ്ഞൊരു കുഴപ്പവും സംഭവിക്കാനില്ല. അതുകൊണ്ട് തിരുവത്താഴത്തിന്റെ ഫ്രീക്വൻസിയെ കുറിച്ച് വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഞങ്ങൾ അപ്പം നുറുക്കാൻ കൂടി വന്നപ്പോൾ എന്ന് പറഞ്ഞുള്ളൂ. പക്ഷേ അവിടെയും എല്ലാ ആഴ്ചവട്ടത്തിന്റെയും 1-ാം നാൾ ഞങ്ങൾ അപ്പം നുറുക്കാൻ കൂടി വരും പോലെ എന്നല്ല. അന്ന് അവര് കൂടി വന്നപ്പോൾ അവർക്കുണ്ടായിരുന്നു, ഇന്ന് നമുക്ക് അപ്പം നുറുക്കി ആ കർത്താവിന്റെ മേശ ആചരിക്കാനുള്ള ആഗ്രഹത്തോടെ അന്ന് അവര് കൂടി വന്നു. പതിവ് പോലെ എന്നവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത്, തിരുവത്താഴത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിയെ കുറിച്ച് കൂടി വരുമ്പോഴൊക്കെ അപ്പം നുറുക്കിയാൽ കുഴപ്പമില്ല, എന്നാൽ അത് അങ്ങനെ നിർബന്ധമില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഇതിനുള്ള ലോങ് ഇന്റർവെൽ ഒത്ര നല്ല കാര്യമല്ല. ആണ്ടിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലേ ഉള്ളൂ, അല്ലെങ്കിൽ ആണ്ടിലൊരിക്കലേ ഉള്ളൂ, അതെന്നുമെന്നും ചെയ്യാനുള്ള അങ്ങനെയുള്ള ഒരു ലോങ് ഇന്റർവെൽ ഇല്ല എന്ന് നമുക്ക് ചിന്തിച്ചേ പറ്റുള്ളൂ. വലിയൊരു ലോങ് ഇന്റർവെൽ ഉണ്ടാകാൻ പാടില്ല. കാരണം ഓർമ്മ പുതുക്കാനാണല്ലോ ഇതല്ലേ. അപ്പോൾ ഓർമ്മ പുതുക്കാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അത് ഉള്ളത് തന്നെയാണ് നല്ലത്. പിന്നെ ഓരോ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ വാശി പിടിക്കരുത്. എനിക്കറിയാവുന്ന ഒരു സംഘമുണ്ട്, അവർ രാത്രിയിലെ തിരുവത്താഴം നടത്തത്തുള്ളൂ. എന്നറിയാമോ? അവർ പറഞ്ഞത് അത് കർത്താവിൻ്റെ അത്താഴമാണ്, അല്ലാതെ കർത്താവിൻ്റെ ഉച്ചയൂണല്ല. അപ്പോൾ അത്താഴമായതുകൊണ്ട് അത് എപ്പം മാത്രമേ പറ്റുള്ളൂ? രാത്രിയിലേ പറ്റുള്ളൂ. അപ്പോൾ ഈ വാക്കുകളിൽ കയറി പിടിച്ച് ഓരോന്ന് പറയുന്നതായ ആളുകളുണ്ട്. വാക്കുകൾ പ്രധാനമാണെങ്കിലും വാക്കുകളുടെ പിന്നിലെ അർത്ഥമാണ്, മെസ്സേജാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അപ്പം നുറുക്കാൻ കൂടി വന്നു, അവിടെ വീഞ്ഞിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് വീഞ്ഞിന്റെ പരിപാടി തീർന്നു, ഇപ്പം മുതൽ നമ്മൾക്ക് അപ്പം മാത്രം മതി എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. അപ്പോൾ ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അതിന്റെ മീനിങ്, അതിന്റെ മെസ്സേജ് എന്താണെന്നുള്ളതാണ്.